ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. പ്രളയത്തിലും കോവിഡ് പ്രതിസന്ധിയിലും അടിതെറ്റിയ മലയോര ജില്ലയെ LDF സർക്കാർ ചേർത്തുപിടിച്ച് കരകയറ്റിയെന്ന് ജോസ് കെ മാണി MP. LDF മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ചെറുതോണിയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു ജാഥ ക്യാപ്റ്റനായ ജോസ് കെ മാണി MP. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രസന്റഡ് ബൈ സാന്റാ മോണിക്ക സ്റ്റഡി അബ്രോഡ്. പഠിക്കാമിനി അതിരുകളില്ലാതെ. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന LDF മധ്യമേഖല വികസന മുന്നേറ്റ ജാഥയെ സ്വീകരിക്കാൻ പാർട്ടി പ്രവർത്തകരും അനുഭാവികളുമടക്കം വൻ ജനാവലിയാണ് ചെറുതോണിയിലെത്തിയത്. വാദ്യഘോഷങ്ങളുടെയും നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെയാണ് ജാഥ ക്യാപ്റ്റനെ വരവേറ്റത്. 2018 പ്രളയത്തിലും 2021 കോവിഡ് പ്രതിസന്ധിയിലും അടിതെറ്റിയ മലയോര ജില്ലയെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ വിവിധ ക്ഷേമ പെൻഷനുകളും വിവിധ വികസന പദ്ധതികളും നടപ്പാക്കി ചേർത്തുപിടിച്ച് കരകയറ്റിയെന്ന് ജോസ് കെ മാണി MP പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള വികസനം നടപ്പാക്കി. റോഡുകൾ, പാലങ്ങൾ, ആശുപത്രി, വിദ്യാഭ്യാസം, പാർപ്പിടം തുടങ്ങിയ മേഖലകളിൽ വികസനം ഉറപ്പാക്കി. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും വികസനം യാഥാർത്ഥ്യമാക്കി. ഇടുക്കിയെ ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. എന്റെ ഓർമ്മകളൊക്കെ പോകുന്നത് 2018-19 കാലഘട്ടത്തിലെ പ്രളയമാണ്. ആ പ്രളയത്തില് കേരള സംസ്ഥാനം മുഴുവൻ വെള്ളത്തിനടിയിലായി. ചാനലുകളിലെല്ലാം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതില് എറണാകുളത്തും ചാലക്കുടിയിലും തൃശ്ശൂരും റാന്നിയിലും ടൗണുകളൊക്കെ വെള്ളത്തിനടിയിലായി. പക്ഷെ ഇടുക്കി ജില്ലയിൽ വെള്ളത്തിൽ അടിയിലാകുന്നത് മാത്രമല്ല, ഈ പ്രദേശം ഓരോ മിനിറ്റ് തോറും ഉരുള പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ മിസ്സിംഗായി മാറുന്നു. അവിടെ വലിയൊരു പരിഭ്രാന്തിയായി സൃഷ്ടിച്ചിരിക്കുന്നു. ചാനലുകളെല്ലാം മലബാർ മേഖലയിലും ഇടുക്കിയിലെ മാത്രം വാർത്തകളായി മാത്രം നിൽക്കുകയാണ്. ഞങ്ങൾ താഴെയൊക്കെ അവിടെ നിന്നുകൊണ്ട് ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾ എന്ത് ചെയ്യും എന്ന് ഇങ്ങനെ പരിഭ്രാന്തിയോടുകൂടി നിൽക്കുമ്പോഴാണ് ജീവൻ പോലും പണയം വെച്ചൊരു വ്യക്തി ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നു. ഏത് സാഹസ്യമായി എന്തും ചെയ്യുവാൻ തയ്യാറായിരിക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് കാണുവാൻ കഴിഞ്ഞു. അത് മറ്റാരുമല്ല, ഈ ഇരിക്കുന്ന MLA-യും മന്ത്രിയുമായ ശ്രീ റോഷി അഗസ്റ്റിനെ ധീരതയോടുകൂടി ഏത് പ്രതിസന്ധിയെ നേരിടുവാനുള്ള ധൈര്യം അത് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ഈ പ്രദേശം മുഴുവൻ നമുക്കറിയാം, ഇടുക്കി ജില്ല, പ്രത്യേകിച്ച് ഇടുക്കി നിയമസഭാ മണ്ഡലം തകർന്ന് തരിപ്പണമായി. റോഡുകൾ തകർന്നു, ആശുപത്രികള് അതിനകത്ത് അവിടെയും തകർച്ചയുണ്ടായി. വീടുകൾ, ആളുകൾ നഷ്ടപ്പെട്ടു. കുട്ടികൾക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു, മാതാപിതാക്കൾക്ക് കുട്ടികളെ നഷ്ടപ്പെട്ടു. ഒരു ചിന്ത ഈ കേരള സമൂഹത്തിൽ മുഴുവൻ വന്നു, എങ്ങനെ ഇതിനെ റീബിൽഡ് ചെയ്യുമെന്നുള്ളത്. തീർച്ചയായും ഈ ഇടുക്കിയില്, പ്രത്യേകിച്ച് ഈ നിയമസഭാ മണ്ഡലത്തിലെ ഈ രീതിയിലേക്ക് കൊണ്ടുപോകാൻ, റീബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ, പഴയതിനേക്കാൾ കൂടുതൽ ഭംഗിയായി മനോഹരമായി കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ പിന്നിൽ അതിന്റെ ധീരതയോട് നിന്ന ഒരു വ്യക്തിയുണ്ട്. അത് തീർച്ചയായും റോഷി അഗസ്റ്റിൻ തന്നെയാണ് എന്ന് പറയുന്നത്. വികസനത്തിന് നേതൃത്വം നൽകുന്ന റോഷി അഗസ്റ്റിൻ ഇടുക്കിയുടെ മുത്താണെന്നും മൂന്നാം പിണറായി സർക്കാർ ഉറപ്പാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. വാഴത്തോപ്പ് പഞ്ചായത്തിൽ 2495 പേർക്ക് 2000 രൂപ വീതം പെൻഷൻ നൽകുന്നുണ്ട്. ഇടുക്കിയിൽ 300 കോടി രൂപ ഒരു വർഷം പെൻഷൻ നൽകുന്നുണ്ട്. ജനങ്ങൾ ഇത് മറക്കില്ല. കൃഷിഭൂമിയിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണമെന്നാണ് തന്റെ അഭിപ്രായമെങ്കിലും കേന്ദ്ര വനനിയമം ഇത് അനുവദിക്കാത്തതാണ് തടസ്സമെന്നും ജോസ് കെ മാണി പറഞ്ഞു. സ്വീകരണ യോഗത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. KK ശൈലജ ടീച്ചർ, PK ബിജു, PP സുനീർ MP, സാബു ജോർജ്, സുഭാഷ് പുഞ്ചക്കോട്ടിൽ, ഡോക്ടർ വർഗീസ് ജോർജ്, മാത്യൂസ് കോലഞ്ചേരി, KG പ്രേംജിത്ത്, ഫ്രാൻസിസ് തോമസ്, MA ലത്തീഫ്, ബിനോയ് ജോസഫ്, MM മണി MLA, TJ ആഞ്ചലോസ്, CV വർഗീസ്, K സലീംകുമാർ, ജോസ് പാലത്തിനാൽ, മുൻ MP ജോയിസ് ജോർജ്, റോമിയോ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് ചെറുതോണി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രസന്റഡ് ബൈ സാന്റാ മോണിക്ക സ്റ്റഡി അബ്രോഡ്. പഠിക്കാമിനി അതിരുകളില്ലാതെ.